ഉള്ള ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ളതാണ്. കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു വിശുദ്ധയായി പ്രഖ്യാപിച്ചത് അൽഫോൺസാമ്മയാണ്. സഹനശക്തിയാണ് അൽഫോൺസാമ്മയെ എനിക്ക് തോന്നുന്നു ഒരു വിശുദ്ധയായി പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതാണ് സഹനശക്തി. സഹനശക്തി ഉള്ളവർക്കാണ് ദൈവാനുഗ്രഹം കൂടുതലുണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു സത്യമാണ്. നമുക്ക് എന്തിനും സഹിക്കുവാനും ആ ശക്തി, അത് ഏത് കാര്യം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സഹനശക്തി ഏറ്റവും അനിവാര്യമാണ്. അവിടെ ആ സഹനശക്തി ഉണ്ടാകാനുള്ള ഒരു പ്രേരക ശക്തി എന്താണെന്ന് പറയുമ്പോൾ ദൈവത്തിൽ അർപ്പിതമായ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം നമ്മൾക്ക് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ നമ്മളെ ദൈവത്തിൽ അർപ്പിതമായ ഒരു ജീവിതം ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ ദൈവവിശ്വാസത്തിൽ മുറുകെ പിടിച്ചു പോകുമ്പോഴാണ് മനുഷ്യൻ സഹനശക്തി ഉണ്ടാകുന്നത്. അപ്പൊ അൽഫോൺസാമ്മയെ പോലെ ആളുകളെ നമുക്ക് മാതൃകയാക്കി അല്ലെങ്കിൽ റോൾ മോഡലാക്കി എടുക്കാൻ പറ്റിയ ആ വിശുദ്ധയായി പ്രഖ്യാപിച്ച ആ അൽഫോൺസാമ്മയുടെ പേരുള്ള ഈ സ്ഥാപനത്തെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള സിസ്റ്റേഴ്സിന്റെ സമൂഹം തന്നെ നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അത് ഐശ്വര്യനായിട്ട് തന്നെ പോകും. ഇവിടെ 23 വയസ്സിനല്ല 23 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ്, അല്ലെങ്കിൽ നമുക്കറിയാം ഇങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കാണ് അവർക്ക് ഒരു തൊഴിൽ അവസരം, സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ട്രെയിനിങ്ങിലൂടെ. ഏകദേശം 6 മാസം അല്ലെ, 6 മാസം അല്ലെങ്കിൽ 1 വർഷം, 6 മാസം ട്രെയിനിങ് കൊടുത്ത് അവരെ സ്വയം പര്യാപ്തരാക്കുക, തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള 2 മാനസികമായ ധൈര്യം, മനോധൈര്യം അവർക്കുണ്ടാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഇവിടെ ഈ സ്ഥാപനം ഏറ്റെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഒരു സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനം, തൊഴിൽ സ്ഥാപനം, ഏത് സ്ഥാപനമായാലും അത് വളരെ നല്ല സിസ്റ്റോടുകൂടി, വളരെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടുകൂടി, കമ്മിറ്റ്മെന്റോടുകൂടിയാണ് സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നത്. ഞാൻ പലപ്പോഴും സിസ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും അതിനെ കിടപിടിക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. കാരണം പലപ്പോഴും ആരുമില്ലാത്തവർക്ക് ആശ്രയമായി മാറുന്നു. ഇങ്ങനെയുള്ള ആളുകളെ വളരെയധികം കെയർ ചെയ്തുകൊണ്ട്, ഇപ്പൊ ഇവരെ പഠിപ്പിക്കാന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവരെ തൊഴിലവസരങ്ങൾക്ക് എത്തിക്കാന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. അവരോടുള്ള കരുതൽ, വാത്സല്യം, അവര് ഓരോ വ്യക്തിയോടുള്ള അവരോടുള്ള ഒരു സ്നേഹവും കരുതലൊക്കെയാണ് ആ കുട്ടികളെ അല്ലെങ്കിൽ ആ പഠിക്കുന്ന ആളുകളെ കൂടുതൽ ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധാപൂർവം പഠിപ്പിക്കും. പിന്നെ റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിച്ചു, അവരെ ടൂർ കൊണ്ടുപോകുന്നു, അവരെ നല്ല രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ പഠിച്ച് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ. അവരെ ആരോഗ്യം പോലും ഹെൽത്ത് ക്ലബ്ബ്, അതാണ് ചിത്തിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ ഹെൽത്ത് ക്ലബ്ബ് പറയുമ്പോൾ അപ്പൊ അവരെ ആരോഗ്യ പരിരക്ഷയും കൂടി ഈ വളരെ കെയറോട് നോക്കുന്നു പറയുമ്പോൾ ഇത് ഒരു മഹത്തരമായ സ്ഥാപനമാണ്. ഇവിടെ അക്ഷരാർത്ഥത്തിൽ പറയുന്ന ഒരു പക്ഷേ തൊഴിലിനപ്പുറം ഒരു വലിയ കാരുണ്യ പ്രവൃത്തിയാണ് ഈ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള അധ്യാപകരെയും ഞാൻ കണ്ട് അവരൊക്കെ ചെയ്യുന്നത്. മറ്റുള്ള അധ്യാപകരെക്കാൾ കൂടുതൽ കരുതലും സ്നേഹവും ഒക്കെ കൊടുത്താണ് ഈ പറഞ്ഞ സമൂഹത്തെ അവർ നല്ല തൊഴിലവസരങ്ങളിലേക്ക് എത്താനും മനോധൈര്യം ഉണ്ടാക്കാനും ശ്രദ്ധിക്കുന്നു. ഞാൻ എത്തിക്കൊണ്ട് പോകുന്നില്ല. എനിക്ക് ഞങ്ങൾക്ക് നോമ്പാണ്. നോമ്പ് ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകമുള്ള ദിവസമാണ്. അപ്പൊ ഇന്ന് പള്ളിയിലൊന്നും പോകണം, നോമ്പ് തുറക്കാൻ വേണ്ടി. അറിയാം, ഈ നിയമസഭയും മിക്ക സ്ഥലത്ത് ബസ്സുകളിലൊക്കെ നോമ്പ് പറയാൻ എന്നാ നാട്ടിലെ പള്ളിയിൽ നിന്ന് ഇതുവരെ പോകാൻ പറ്റുന്നത്. ഇന്നാണ് ഒരു ദിവസം ഉള്ളത്. ബാക്കി 20 ദിവസങ്ങളിലും പല സ്ഥലങ്ങളിലും നോമ്പ് പറയാറൊക്കെയാണ്. അപ്പൊ എന്തായാലും അതൊരു പരിപാടിയിലും കയറിയിട്ടോടെ അങ്ങോട്ട് പോകാൻ, എന്തായാലും ഇവിടെ വരാനും ഈ മഹത്തരമായ, അങ്ങനെ പറയുള്ളൂ, മറ്റുള്ള പരിപാടി വെച്ച് ഒരു മഹത്തരമായ പരിപാടിയിൽ എന്നെ വിളിച്ചതിലും റോജിയുടെ അസാന്നിധ്യത്തിലാണെങ്കിലും എനിക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ റോജിയോടുള്ള നന്ദിയും ഇവിടുത്തെ മാനേജ്മെന്റിന്, പ്രത്യേകിച്ച് സിസ്റ്റർമാരോടും മാനേജ്മെന്റിനുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നെയും കൊണ്ടും എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ വാർഷികം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ്. ഒരു അനുഗ്രഹീത കലാകാരന്റെ അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ കേൾക്കാം. ഇനിയും കൂടുതൽ കലാരംഗത്ത് വളർന്നു വരാൻ, പുതിയ തലമുറ ഇങ്ങനെയൊക്കെ രംഗത്തൊക്കെ വരാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹത്തെ ആശംസിച്ചുകൊണ്ട് 10 മാസം
നിത്യനൂതന പ്രകാശമേ നിത്യശാന്തി തരൂ നിരയനമേ നിത്യമാന സ്വരൂപനേ പിതാപുത്ര പവിത്രാത്മനേ പ്രണാമം. ഇന്നത്തെ ഒരു ദിവസം ഈ ട്രെയിനിങ് സെൻറ്ററിലെ 55ഓളം അംഗങ്ങളെ സംബന്ധിച്ച് ഒരു സന്തോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെ ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ച് കേട്ടത്. ഒരു ഉത്സവ ദിനമാണ്. വാർഷികം ആഘോഷിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും കയ്യെത്തി പിടിക്കാൻ സാധിക്കില്ല എന്ന് കരുതിയിരുന്ന മേഖലകളിൽ വിജയം വരിക്കാനായിട്ട് നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹവും സന്മനസ്സുള്ള ഒട്ടനവധി അങ്ങനെ നിരനിരയായിട്ട് നമ്മൾ അവരുടെ പേരുകളൊക്കെ ഇവിടെ വായിച്ച് കേൾക്കുകയുണ്ടായി. ഒത്തിരി നല്ല മനുഷ്യരുടെ സഹായഹസ്തങ്ങളും പ്രോത്സാഹനവും കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണിന്ന്. എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന കടമ നോട്ടീസിനെ വായിച്ചത് അനുഗ്രഹ പ്രഭാഷണം എന്നാണ്. 2 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന് അനുഗ്രഹവും 2 പ്രഭാഷണവും. ഒരു കാര്യം എല്ലാവർക്കും ഇഷ്ടവും ആവശ്യമാണ്. എന്താണത്? അനുഗ്രഹം. പ്രഭാഷണം ഇനിയും ഇഷ്ടംപോലെ പേര് പ്രസംഗിക്കാനുണ്ട്. അത് നീളം തോറും നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കുകയാണ്. ആദ്യമേ തന്നെ ഈ പ്രതിഭകളെല്ലാം പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വീട്ടിലെ ഒരു മൂലയിൽ ഒതുങ്ങിപ്പോയേനെ, പക്ഷെ നിങ്ങളുടെ നിശ്ചയദാർഢ്യവും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പും ഒത്തിരി നല്ല മനുഷ്യരുടെ പ്രോത്സാഹനവും കൈത്താങ്ങൊക്കെയും വലിയ ഉയരങ്ങൾ കീഴടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നു. അതിന് നിശ്ചയമായിട്ടും അതിൻ്റെ പുറകിൽ നിങ്ങളുടെയും മനഃശക്തി, നിങ്ങളുടെ ആഗ്രഹം, മുൻപോട്ട് പോകണം, വിജയിക്കണം എന്നുള്ള ഇച്ഛാശക്തി നിശ്ചയമായിട്ടും അതിനുണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങളെ പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം അഭിനന്ദിക്കുകയാണ്, പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് നല്ലൊരു കയ്യിൽ കൊടുക്കുക നമുക്ക് നമ്മളുടെ 55ഓളം പ്രതിഭകൾക്ക്. അതോടൊപ്പം തന്നെ ഇടവകയുടെ പേരിൽ ഈ സ്ഥാപനം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സേക്രഡ് ഹാർട്ട് പ്രൊവിൻസിനെ, അതിൻ്റെ മാനേജ്മെൻറ്റിനെ, അതിൻ്റെ ബഹുമാനപ്പെട്ട അധികാരികളെയും ഇവിടുത്തെ ജോബിയോ ജോൺ സിസ്റ്റർ ഉൾപ്പെടെയുള്ള സഹാബി കോൺവെൻറ്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഇതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപകാരികളെയും സഹപ്രവർത്തകരെയും സന്മനസ്സുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം ഇടവകയുടെ പേരിൽ അഭിനന്ദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്കമാലി ഡയറീസ് എന്ന അങ്കമാലിയുടെ കഥ ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞപ്പോൾ അപ്പാനി രവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടനാണ് അപ്പാനി ശരത്. വെളിപാടിൻ്റെ പുസ്തകം, പോക്കിരി സൈമൺ, സണ്ടക്കോഴി തമിഴ് ചിത്രമാണ് തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളിലൂടെ തൻ്റെ കഴിവ് തെളിയിച്ച പ്രതിഭ അപ്പാനി ശരത്. അപ്പാനി ശരത്തിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനായ ആദ്യം തന്നെ സംസാരിച്ച നമ്മുടെ സ്വന്തം MLA, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ ശരിക്കും ഒരു ആമുഖ പ്രസംഗമൊന്നും നേരത്തെ കൂട്ടി കൈകാര്യം ചെയ്തിട്ട് വന്നൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനൊരു വേദിയിൽ വന്നിട്ട് എന്താണ് സംസാരിക്കേണ്ടതെന്നെക്കുറിച്ച് അറിയില്ല. എന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത്. അപ്പോൾ ഞാൻ ഷൂട്ടിൻ്റെ തിരക്ക് കാരണം ആദ്യം എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നി. ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നതാണ് ഞാൻ. ഒരുപക്ഷെ വരാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു വലിയ നഷ്ടമായി തീർന്നേനെന്ന് ഞാനിപ്പം കരുതുന്നു. ഒത്തിരി സന്തോഷം. എന്നെ ഈ വലിയ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഒരുപാടധികം സന്തോഷം. ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ, ഒരു 6-7 വർഷങ്ങളായിട്ടുള്ളൂ ഞാൻ സിനിമ എന്ന് പറയുന്ന
മാധ്യമ രംഗത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഞാനൊരു സുപരിചിതനാണെന്ന് എനിക്കറിയില്ല, എത്രത്തോളം നിങ്ങളെല്ലാവരും എത്രത്തോളം സിനിമ കാണുന്ന ആൾക്കാരാണെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഈ കലാകാരന്മാരെയും കലാകാരികളെയും സ്വീകരിക്കുന്നവരാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംശയത്തിൻ്റെ പുറത്താണ് ഞാനിവിടെ എത്തിയത്. പക്ഷേ ഞാനിവിടെ എത്തിയപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം ഓരോ ആൾക്കാർ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, ഒരുപാടധികം കലാകാരന്മാരും കലാകാരികളും നമ്മുടെ അനിയനും അനിയത്തിമാരൊക്കെ ഇവിടെ മേക്കപ്പ് ഇട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിൽ അവരുടെ കലാപ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിക്കാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ വിഷമങ്ങളല്ല, അവരുടെ സന്തോഷങ്ങളിലും അവർക്കൊപ്പം നിൽക്കണം, അവർക്കൊപ്പം ട്രാവൽ ചെയ്ത് ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഒരുപാടധികം സന്തോഷം. അങ്ങനെ അറിയാൻ സാധിച്ചതിൽ ഒത്തിരിയധികം സന്തോഷം. എൻ്റെ നാട് തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെയും ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന സ്ഥാപനങ്ങളുണ്ട്. ഞാനതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് അതൊക്കെയാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. നിങ്ങളെല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരാണോ എനിക്കറിയില്ല. ഞാനിങ്ങനെ ഒരു വലിയ പ്രാസംഗികനൊന്നും അല്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് നിങ്ങളുമായിട്ട് കുറച്ച് ഇൻട്രാക്ഷൻ എന്ന രീതിക്ക് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളെല്ലാവരും സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? ആണ്. ഓക്കെ, സന്തോഷം. കലാകാരനായിട്ട് എൻ്റെ ജീവിതം ആരംഭിച്ചു തുടങ്ങുന്നത് വളരെ കുഞ്ഞുനാൾ മുതലാണ്. എൻ്റെ ഏകദേശം ഒരു നഴ്സറി കാലഘട്ടം തൊട്ട് തന്നെ ഞാൻ അഭിനയവും നാടകവും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പ്രോപ്പറായിട്ട് നാടകമാണ് ഞാൻ പഠിച്ചത്. ഞാനിവിടെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശ്രീശങ്കരാചാര്യ സംസ്കൃത കാലടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഭിനയത്തിൽ PG എടുത്തതിന് ശേഷമാണ് ഞാൻ സിനിമയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞുനാൾ മുതൽ ഈ അഭിനയത്തിനെയും കലയൊക്കെയാണ് സ്നേഹിക്കുന്നത്. എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഒരു ട്രാവലിങ് അത് തന്നെയാണ്. മറ്റു മേഖലകളെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ഈ സ്റ്റേജിലെ പെർഫോമൻസും അഭിനയവും ഒക്കെ തന്നെയാണ്. സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു ഡ്രീമായിരുന്നു. അതിലേക്ക് എത്തി. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ വലിയൊരു നടനായിട്ടൊന്നുമല്ല ഞാൻ നിങ്ങളുടെ വേദിയിൽ നിൽക്കുന്നത്. കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും ഒത്തിരി നല്ല നല്ല സിനിമകൾ അഭിനയിക്കണം, ഒത്തിരി നല്ല കലാകാരനായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ എന്നെയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ പ്രൊമോഷന് വേണ്ടി വന്നതല്ല, ഇവിടെ നിങ്ങളുടെ ഒരു പരിപാടിയിലേക്ക് വന്നതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു ആമുഖ പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി ഞാനിവിടെ വന്ന് ഇരുന്നപ്പോൾ തന്നെ ഈ വേദിയിൽ ഇവിടെ പ്രൊജക്ടറിലിട്ട ഓരോ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. സത്യം ഒരുപാടധികം സന്തോഷം. ഇന്ന് ഈ വേദിയിൽ നിന്ന് ഈ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ പറയാനായിട്ട് ഒത്തിരി അധികം കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇത് നമ്മുടെ ഇന്നത്തെ ജനറേഷനുള്ള ആൾക്കാർ ഇത് അറിയണം, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള. നമുക്കറിയാം, ഇന്നിപ്പം ഇന്നത്തെ ജനറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ജനറേഷനിൽ തന്നെ നമ്മൾ മറ്റാരോ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന പോലെയാണ് നമ്മളെ ജീവിത രീതി, അല്ലേ? മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ AI ആയിക്കോട്ടെ, എന്തോ ആണെങ്കിലും നമ്മൾ വേറെ ആരൊക്കെയോ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന ജീവിതത്തിലേക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കരഞ്ഞാൽ ഉടനെ മൊബൈൽ ഫോൺ വേണം. അല്ലെങ്കിൽ ഇപ്പോൾ ചിരി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഓരോരുത്തരും ഒരു തമാശ കേട്ട് ചിരിക്കുന്നുണ്ട്. ഇപ്പം മനസ്സ് പറഞ്ഞ് ചിരിക്കാൻ പോലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒച്ചത്തിൽ ചിരിച്ചാൽ എന്ത്. ഇപ്പം ചിരി എന്ന് പറയുന്നതേ ഒരു വലിയൊരു AC. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. നമ്മളെല്ലാവരും പണ്ട് നമുക്കൊരു തമാശ കേൾക്കുമ്പോൾ ചിരിക്കാറുണ്ട്. ഇപ്പോൾ പണ്ട് ചിരിക്കാറ്, ഇപ്പം നമ്മൾ ആ ചിരി പോലും ഒരു എക്സസൈസായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിരിക്കാൻ ഒരു എക്സസൈസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം നമ്മൾ ജീവിക്കുമ്പോൾ മനസ്സ് തുറന്ന് ചിരിക്കാൻ ആദ്യം പഠിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരുപാടധികം ഇനിയും എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ പ്രൊജക്ടറിൽ കണ്ടതിനെക്കാട്ടി അധികം കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ സഹോദരന്മാരും സഹോദരികളും കൂടി ചെയ്യിപ്പിക്കാൻ സാധിക്കും സിസ്റ്റർ. അതും ഇപ്പോൾ അഭിനയമാണെങ്കിലും സ്പോർട്സിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാടധികം സപ്പോർട്ടൊക്കെ കൊടുക്കാൻ സാധിക്കും. ഒരു എളിയ കലാകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ഇനി എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടൻ എന്ന നിലയ്ക്കും ഒരു കലാകാരൻ എന്ന നിലയ്ക്കും ഈ സ്ഥാപനത്തിൻ്റെ എന്തെല്ലാം നല്ല പ്രവർത്തനങ്ങൾക്ക് എന്നെ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം. ഒരു വലിയൊരു നിങ്ങളുടെ ഇടയിലുള്ള ഒരാളായിട്ട് എന്നെ ഈ എല്ലാ പരിപാടികളിലേക്കും എൻ്റെ ഒരു സന്നദ്ധ ഉണ്ടാവും എന്ന് ഞാൻ പറയുകയാണ്. മറ്റൊരു കാര്യം ഞാനങ്ങനെ വല്ല പ്ലാനിങ്ങോട് കൂടി വന്നതല്ലാത്തത് കൊണ്ടാണ് എൻ്റെ സംസാരിക്കാനൊരു ബുദ്ധിമുട്ട്. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. സാധാരണ നമ്മൾ ഈ കോളേജുകൾ യൂണിയൻ ഇനാഗുറേഷൻ അല്ലെങ്കിൽ മറ്റ് ഷോപ്പുകളിൽ ഇനാഗുറേഷന് പോകുന്നത് പോലെ അല്ല ഇങ്ങനെ ഒരു ചടങ്ങിൽ വരുന്നത്.
വലിയൊരു മഹത്തായ ചടങ്ങാണ്. ഒരിക്കലും മറക്കില്ല ഇങ്ങനൊരു ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇവിടെ ഇതിന് ശേഷം ഒരു സന്ധ്യ ഉണ്ട്. അതായത് ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ, ഇവിടുത്തെ സഹോദരന്മാരുടെ കലാപ്രവർത്തനങ്ങളും കലാരംഗങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു, പക്ഷെ അവിടെ ഇരുന്നിട്ട് ആരും കൈ കാണിച്ചില്ല. എല്ലാവരും അവിടെ ഇരുന്നിട്ട് എന്നെയാണ് കൈ കാണിച്ചതും ചിരിച്ചതൊക്കെ. അതിനെല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. കാരണം MLA ആയാലും ഇവിടെ സിസ്റ്റർമാരെല്ലാവരും ഇവിടെ വന്നിരിക്കുമ്പോഴും ചില ആൾക്കാർക്ക് ഒളിച്ചൊളിച്ചൊക്കെ എന്നെ അവിടെ നിന്ന് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും സന്തോഷം. ഒരിക്കൽ കൂടി എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനും നന്ദി. ഒരുപാടധികം കലാകാരന്മാരും കലാകാരികളൊക്കെ ഇവിടെ നിന്നുണ്ടാവട്ടെ. മറ്റ് കഴിവുകളുള്ള ആൾക്കാരും ഒരുപാടധികം, നിങ്ങളുടെ നാട്ടുകാരും ഇവിടുത്തെ ജനങ്ങളും ഓരോരുത്തരും അവരെ പ്രോത്സാഹിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സിനിമയൊക്കെ ഇടയ്ക്ക് ഒന്ന് കാണിക്കാനൊക്കെ കൊണ്ടുപോകണം. പോകാറുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, അടിപൊളി. അപ്പോൾ ഈ വരുന്ന ഓണത്തിന് എൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ റിലീസാവുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു സിനിമയായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണണം. ഈ സഹോദരന്മാരും സഹോദരികളൊക്കെ കൊണ്ടുപോകണം. എല്ലാവർക്കും നന്ദി പറയുകയാണ്. സന്തോഷമായില്ല എന്തായാലും എല്ലാവർക്കും. ഓക്കെ, നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഒരുപാട് സംസാരിക്കണമെന്നുണ്ട് സത്യം. ഇവിടെ വന്നപ്പോൾ ഇത്രയും ഇങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ വലിയൊരു സന്തോഷമൊന്നും, ഒത്തിരി സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ശരിക്കും വാക്കുകൾ വരുന്നില്ല. ഞാൻ ഈ ഷൂട്ടിങ്ങിൻ്റെ തിരക്ക് കാരണം പലപ്പോഴും എനിക്ക് എൻ്റെ ഫാമിലിയെ തന്നെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെയും ഞാൻ നോക്കി അടിച്ചിട്ട് ഓട്ടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ തിരക്കിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യും, വീട് വഴി പാസ് ചെയ്യുമ്പോൾ എൻ്റെ ആരെങ്കിലും കൂടെ കൂട്ടി. ഇന്ന് എൻ്റെ മകളാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഇത്തിരി പരിപാടിയില്ലെങ്കിൽ ചടങ്ങ് പങ്കെടുക്കാനായിട്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൂടെ കയറിക്കോന്ന് പറഞ്ഞിട്ട് കൂടെ വന്നിരിക്കുകയാണ്. മകൾ വന്നിട്ടുണ്ട്. അപ്പോൾ മകൾക്കും ഇതൊരു വലിയൊരു കാഴ്ച അല്ലേ, അവർക്കും ഇതൊക്കെ വലിയൊരു അനുഭവങ്ങളായിരിക്കും. ഞാൻ വരണമെന്നില്ല. മോളുടെ പേര് തിയാമ എന്നാണ്. എൻ്റെ ആദ്യ സിനിമ അങ്കമാലി ഡയറീസിലെ ആദ്യത്തെ പാട്ട് തിയാമ എന്നുള്ള പാട്ടായതുകൊണ്ട് മകളുടെ പേര് ഞാൻ തിയാമ എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി പരിപാടിയിലേക്ക് ഞാൻ എത്രത്തോളം ഇരിക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് സമയം ഉണ്ടാവും. വന്ന സ്ഥിതിക്ക് എന്താണെങ്കിലും കുറച്ച് ഇവരുടെ കലാപ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഞാൻ പോകുള്ളൂ. അപ്പം എന്തായാലും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഒരു സമ്മാനം നൽകുന്നതിനായി ഞങ്ങളുടെ പ്രിയ കലാകാരൻ ആൽബിൻ ജോസിനെ ക്ഷണിക്കുന്നു. ആൽബിൻ ജോസിന്റെ പെയിന്റിങ്ങിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്ററുടെ റിപ്പോർട്ടിൽ നമ്മൾ കേട്ടതാണ്. ആൽബിൻ പ്രസന്റ് ചെയ്ത് ആൽബിൻ തന്നെ വരച്ച ഒരു ഡ്രോയിങ് ആണ്. ജോലി ചെയ്യുകയാണ്. കൺഗ്രാറ്റ്സ് അഭിയാൻജു. പോലെ തന്നെ കമ്പ്യൂട്ടർ ട്രെയിനിങ് പൂർത്തിയാക്കി ഫസ്റ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. കൺഗ്രാറ്റ്സ് മെജു. അടുത്തത് ബേസിൽ ജെയിംസ് ആണ്. ആളിവിടെ എത്താൻ സാധിച്ചിട്ടില്ല. ബേസിൽ ഏഴാറ്റുമുഖം പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്. 2 വർഷമായി ബേസിൽ ജോലി ലഭിച്ചു. ഓക്കെ, താങ്ക് യു ശ്രീമതി ജെസ്സി ജോയ്. എന്നെ ക്ഷണിക്കുന്നു. വന്ന് കിട്ടിയ ചാൻസ് ആണെങ്കിലും സ്നേഹം ഏറ്റെടുക്കുകയാണ്. ഞാൻ 2 വർഷമായിട്ടുള്ള സഹൃദയയിലോട്ട് പോയിട്ട് ഞാൻ 2 വർഷക്കാലം ഈ അങ്കമാലിയുടെ മണ്ണിൽ അങ്കമാലി പള്ളിയിൽ ശുശ്രൂഷ ചെയ്തതാണ്. ഈ കിടങ്ങൂർ പരിസരത്തേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ സഹൃദയ ആയപ്പോൾ പലപ്പോഴും കടന്നു വരുമ്പോൾ ഈ കുഞ്ഞു മക്കൾ, ഈ കൊച്ചു കൂട്ടുകാരെപ്പോഴും കാണാറുണ്ട്. എന്ന് വന്നാലും ഒരു ഡാൻസെങ്കിലും എൻ്റെ മുമ്പിൽ കളിച്ചിട്ട് പോകുന്നവരെയാണ് എപ്പോഴും കണ്ടിരിക്കുക. ഡിസംബറിലെ ഡിസബിലിറ്റി ഡേക്കുള്ള ഫംഗ്ഷൻ ആണെങ്കിലും വളരെ സ്നേഹപൂർവ്വം ആർമാദിച്ചുകൊണ്ട്, വാക്കുപോലെ തന്നെ ഉത്സവം പോലെ തന്നെ
എന്താ പറയുക, അത്രമാത്രം ഉള്ളു തുറന്ന് ചിരിച്ചുകൊണ്ട് ആ ദിവസത്തേക്ക് സുന്ദരമാക്കുന്ന കൊച്ചു കൂട്ടുകാർ. ഇവരുടെ ഒപ്പം ഇന്ന് ഈ ദിവസം പങ്കിടുമ്പോൾ പ്രത്യേകമായിട്ട് ഈ 9 വർഷത്തിൻ്റെ യാത്രകൾ തുടരുന്ന അൽഫോൻസ വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്ററിലെ എല്ലാവർക്കും, കുടുംബത്തിലെ ടീച്ചേഴ്സിനും സിസ്റ്റേഴ്സിനും പാരൻസിനും കൊച്ചു കൂട്ടുകാർക്കും ഈ വാർഷികത്തിൻ്റെ എല്ലാ ആശംസകളും സഹൃദയ കുടുംബത്തിൻ്റെ പേരിൽ സ്നേഹപൂർവ്വം നേരുകയാണ്. നോക്കുമ്പോൾ എനിക്ക് ഉൾപ്പെടെ അഭിമാനമാണ്. സഹൃദയയുടെ ഒഫീഷ്യലായിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനായി നിൽക്കുമ്പോൾ ഇവിടുത്തെ ഈ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, സിസ്റ്റേഴ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ, പാരൻസിനെ ഓർക്കുമ്പോൾ, ഈ കൊച്ചു കുട്ടികളെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞ അതിയായ സന്തോഷമുണ്ട്. തുടരുക നിങ്ങളുടെ ഈ വളർച്ച എന്നുള്ള സ്വപ്നത്തെ. റിപ്പോർട്ടിൽ കേട്ട പോലെ ഇൻക്ലൂസീവ് ഓഗ് ഫൗണ്ടേഷൻ അതിൻ്റെ ഭാഗമായിട്ട് സഹൃദയ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ട്രെയിനിങ്ങിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അന്ന് ആദ്യമായിട്ട് ആ ട്രെയിനിങ് ആരംഭിക്കുന്നത് ഈ അൽഫോൻസ സ്കൂളിലാണെന്നുള്ളത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. സഹൃദയ എപ്പോഴും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലായ്പ്പോഴും എടുത്തു പറയുന്ന പേര് നമ്മുടെ ഈ സ്കൂളിനെ കുറിച്ച് തന്നെയാണ്. അത്രമാത്രം ഈ സെൻറ്റ് അൽഫോൻസ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ ഇവിടുത്തെ പാരൻസ്, ടീച്ചിങ് സ്റ്റാഫ് എല്ലാം കൊടുക്കുന്ന ഒരു എക്സ്ട്രാ ബൂസ്റ്റിംഗ് പവറുണ്ട്. അതുതന്നെയാണ് ഇന്ന് 9ഓളം കുട്ടികൾ പ്രതിഫലം ആദരിക്കുമ്പോഴും നമുക്കറിയാം നോർമൽ ഫേമുകളിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത്രമാത്രം ഈ കുട്ടികൾ വളർന്നു. ആ കുട്ടികളെ നമ്മൾ പാരൻസ്, ടീച്ചിങ് സ്റ്റാഫ്, നമ്മുടെ സോഷ്യൽ, നമ്മുടെ സമൂഹം വളർത്തി എന്നുള്ളതാണ് അതിയായ വിജയം. ഒത്തിരിയേറെ സന്തോഷം. ഇനി മെയിൻ ഗസ്റ്റുകൾ അവർ തന്നെയാണ് സ്റ്റാർസ്. ഒരുപക്ഷെ ഭാവിയിൽ മമ്മൂട്ടി മോഹൻലാൽ പോലെ തന്നെ ഒരു നടനോ ഗായകരോ ഒക്കെ ആയിട്ട് അല്ലേ ശരത്തേട്ടാ തീർച്ചയായിട്ടും വരുന്നുള്ളത്. നമ്മുടെ ആൽബിനെ പോലെയൊക്കെ സുന്ദരമായ പടം വരെയൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ ഒക്കെ ശരിക്കും എല്ലാ കഴിവുണ്ടെന്ന് പറയുന്ന നമ്മുടെ മക്കൾക്കൊക്കെ കണ്ടുപഠിക്കാനായിട്ടുള്ള അവസരമാണ്. ചില കുറവിൻ്റെ പേരിൽ സമൂഹം മാറ്റി നിർത്തുമ്പോൾ അതൊരു കുറവേയല്ല, ഒത്തിരി കഴിവുണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ പഠിച്ചാൽ മതി. സമൂഹം മാറും, നമ്മൾ മാറും, ഈ ലോകം തന്നെ മാറും. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അഞ്ജലിയും ഇൻക്ലൂസീവ് ഓർഗ് ഫൗണ്ടേഷന്റെ കീഴിൽ കമ്പ്യൂട്ടർ പരിശീലനം പൂർത്തിയാക്കി ഇപ്പോൾ ഫ്രാഗ്മെന്റ് ഇമിഗ്രേഷൻ സർവീസിൽ പ്രോസസ് അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നു. കൺഗ്രാറ്റ്സ് അഞ്ജലി. നെക്സ്റ്റ് ക്രിസ്റ്റി ചെറിയൻ. ക്രിസ്റ്റിയും ഫ്രാഗ്മെന്റ് എഡ്യൂക്കേഷൻ സർവീസിൽ പ്രോസസ് അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നു. കൺഗ്രാറ്റ്സ് ക്രിസ്റ്റി. ആൽബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിന്റെ അഭിമാന താരം തന്നെയാണ്. ഡ്രോയിങ്ങിലും പെയിന്റിങ്ങിലും എല്ലാം തന്റെ കഴിവ് തെളിയിച്ച ആളാണ് ആൽബിൻ. ആൽബിന്റെ പെയിന്റിങ്സ് ആണ് നമ്മുടെ സ്റ്റേജിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും അത് കണ്ട് ആൽബിനെ അഭിനന്ദിക്കണം. താങ്ക് യു ഫാദർ. അടുത്തതായി ഡിജിറ്റൽ അഡ്വൈസറും KD സ്കാൻ ഇന്നോവേഷൻ ഹബ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് മിസ്റ്റർ റോബിൻ ടോമിയെ ക്ഷണിക്കുന്നു. നമ്മുടെ സഹൃദയുടെ ഇന്നും അച്ഛനാണ് അതിൻ്റെ ഡയറക്ടർ, നമ്മുടെ ജോസച്ചനെ ഞാൻ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കാണുകയും ഞങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ ഇടയ്ക്കാണ് ഇൻക്ലൂസസ് എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ തുടങ്ങിയാലോ നമുക്കൊന്ന് ഉള്ള ഒരു ചെറിയൊരു ഞാൻ പറയുമ്പോൾ ഒരു തീപ്പൊരി പോലെ വന്നതാണ്. പിന്നെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, അച്ഛനും ഞാനും പല വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്ററുകൾ സന്ദർശിക്കുകയും ഞങ്ങളുടെ സന്ദർശനത്തിൽ ഞങ്ങൾ കണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ട്രെയിനിങ് സെൻ്ററുകളിൽ നമ്മുടെ കുട്ടികൾ വളരെ നന്നായി പല പ്രോഡക്റ്റുകളും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ എടുത്താൽ നമുക്കറിയാം അല്ലേ, പേപ്പർ ബാഗ് യൂണിറ്റ് ഉണ്ട്. വൊക്കേഷണൽ പരമായ പല കാര്യങ്ങളും നമ്മുടെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഒരു വലിയൊരു കഴിവാണ് അവരുടെ. വളരെ കൃത്യതയാർന്നത്, അതായത് വളരെ ചെറിയ അവരുടെ എറർ റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു കഴിവിലൂടെയാണ് നമുക്കിവിടെ IT ട്രെയിനിങ് ചെയ്താലോ എന്നുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നത്. ഇപ്പം ജോസച്ചൻ പറഞ്ഞ് നമുക്ക് നോക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ലിസ സിസ്റ്ററിനെ കാണുകയും
സിസ്റ്റർ പറഞ്ഞെന്നാൽ നമുക്കൊന്ന് ഒരു റിസ്ക് എടുത്ത് നോക്കാം എങ്ങനെയായിട്ട് ഈ ട്രെയിനിങ് പോകുമെന്ന്. അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ബാച്ചിൽ ഡോണിന്റെ മെന്ററായി ഹെൽപ്പ് ചെയ്യാനായിട്ട് ജിംസി ബൈജു ആണ് ഡോണിനെ ഹെൽപ്പ് ചെയ്യുന്നത്. കൺഗ്രാറ്റ്സ് ഡോൺ. വാർഷികവും രക്ഷാകർതൃ ദിനവും ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് നടത്തിയിരുന്നു. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈ വർഷം എനിക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളാണെങ്കിലും ഞങ്ങൾ പങ്കെടുത്തതിൽ തുറവൂർ പഞ്ചായത്തിൽ നടന്ന ഏറ്റവും ഗംഭീരമായ പരിപാടിയും ഏറ്റവും ഒരു ഹൃദയം നിറഞ്ഞ ഒരു ഈശ്വര പ്രാർത്ഥനയായിരുന്നു ഇന്ന് ഞാനിവിടെ കണ്ടത്. സംസാരിക്കണ പോലെ ഞാൻ എന്തും തുറന്ന് സംസാരിക്കണം, വെറുതെ അയ്യോ ആവൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. എൻ്റെ ദിവ്യ റോസിനെ അതുപോലെ വിളിക്കണേ, അതുപോലെ ലിസസിനെയൊക്കെ ഞാൻ അങ്ങനെ വെറുതെ ഈ എന്താ അങ്ങനെയൊക്കെ ഒരു വെറുതെ സിസ്റ്റേ എന്നല്ല വിളിക്കണേ. ശരിക്കും വളരെ ഫ്രീഡം, ഒരു സഹോദരി സഹോദരൻ, അമ്മ മകൻ എന്നുള്ള പോലെ ഒരു ഇതിലാണ് ഞാൻ വിളിക്കാറ്. അപ്പോൾ എൻ്റെ എല്ലാമായ മാതാപിതാക്കൾ, എൻ്റെ ഈ സമൂഹത്തിൽ വ്യത്യസ്തതയുള്ള എൻ്റെ ഈ അനുജന്മാരെ പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന, അവരെ കൊണ്ടു നടക്കുന്ന എൻ്റെ ഹൃദയം നിറഞ്ഞ മാതാപിതാക്കളെ, അതുപോലെ തന്നെ അവരുടെ സർഗാത്മകമായ ബ്ലോക്ക് മെമ്പർ പറഞ്ഞ പോലെ അവരുടെ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്ന എൻ്റെ അധ്യാപകരായ സിസ്റ്റേഴ്സ്, ടീച്ചർമാർ, പ്രത്യേകിച്ച് വിനയ, ആശ. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷകൾക്ക് ഭംഗം നേരിടുകയില്ല. ഇന്നത്തെ ഈ വലിയ സ്നേഹ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരിയായ പ്രൊൻഷാളമ്മ, ഈ ഇടവക വികാരി കുര്യനച്ച, എബിനച്ച, രഞ്ജിത്ത്, റോബിൻ, നമ്മളിവിടെ കാണുന്ന ഈ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ആസ്വദിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ചുക്കാൻ പിടിക്കുന്ന സിസ്റ്റർ ദിവ്യ റോസ്, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലായിരിക്കുന്നവരെ, ഒരു ഭയങ്കര ക്ലോസ് ബന്ധമുണ്ട്. ഈ ഇന്നത്തെ ഈ നല്ല ദിനത്തിൽ ഇവിടുത്തെ കുഞ്ഞുമക്കൾക്കും ഇവിടെയുള്ള ഓരോരുത്തർക്കും ഞങ്ങളുടെ ഈ കോൺവെൻറ്റിലെ ഓരോ അമ്മമാരുടെയും ഓരോ സഹോദരിമാരുടെയും പേരിലുള്ള ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയർ പറയുന്നുണ്ട്, മഹത്തുക്കളെ, നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 3 തരം മഹത്തുക്കളെ കാണാറുണ്ടെന്ന്. ഒന്ന് മഹത്വത്തിലേക്ക് ജനിച്ച് വീണവരാണ്, രാജകൊട്ടാരത്തിൽ അതുപോലെയുള്ള വലിയ ഹൈ പൊസിഷനിൽ. രണ്ടാമതൊരു കൂട്ടരിലേക്ക് മഹത്വം അവരിലേക്ക് വന്നെത്തുന്നവരുണ്ട്. എന്നാൽ മൂന്നാമതൊരു കൂട്ടർ മഹത്വം ആർജിച്ചെടുക്കുന്നവരാ. ഇപ്പം നമ്മളിവിടെ പ്രതിഭകളെ ആദരിച്ചു, ഇതൊക്കെ ഓരോ പ്രവർത്തനങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ മൂന്നാമത്തെ ഗണത്തിൽപ്പെട്ട കുഞ്ഞുമക്കളാണ് നമ്മുടെ ഇന്നത്തെ യുവ പ്രതിഭകൾ, ഈ താരങ്ങൾ. ഇവർ കഠിനമായ അധ്വാനത്തിലൂടെ, നിരന്തരമായ പരിശ്രമത്തിലൂടെ, ദൈവാശ്രയ ബോധത്തിലൂടെ തങ്ങൾക്ക് കിട്ടിയ കഴിവുകളെ, ദൈവം നൽകിയ താലന്തുകളെ ഈ അധ്യാപകരുടെയൊക്കെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായി അവരോട് സഹകരിച്ചുകൊണ്ട് ഈ വളർത്തിയെടുത്ത് ഇന്ന് ഈ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ സമ്മാനങ്ങൾ മേടിക്കുന്നവർ മാത്രമല്ല കേട്ടോ, ഇവിടെയുള്ള ഓരോ കുട്ടികളും പ്രതിഭകളാണ്. അവരെ പൂർത്തിയാക്കി കൺഫർമേഷൻ പ്രോസസ്സിനായി വെയിറ്റ് ചെയ്യുന്നു. കൺഗ്രാറ്റ്സ് അന്ന. TCSൽ തന്നെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കി അമൽ ജോഷ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷവുമാണ് എനിക്കുള്ളത്. കാരണം ഇങ്ങനൊരു പരിപാടി ഇവിടെ പങ്കെടുക്കാനായിട്ട് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ്. ഇത് വെറും ഒരു സാധാരണ ഒരു സ്കൂളുകളിൽ നടക്കുന്ന ഒരു ആനുവൽ ഡേയുടെ, ഒരു വാർഷികത്തിൻ്റെ, ഒരു രക്ഷാകർതൃ ദിനത്തിൻ്റെ ഒരു സമാപനം. സാധാരണ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ഇതൊരു വാർഷികം, ഒരു അധ്യയന വർഷം പൂർത്തിയായി എന്ന് പറയുന്നതാണ്.
പക്ഷേ ഈ അൽഫോൻസ വൊക്കേഷണൽ സെൻറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരിക്കലും ഒരു വർഷത്തിൻ്റെ പൂർണ്ണതയിൽ നടക്കുന്ന ഒരു സമ്മേളനമല്ല, മറിച്ച് ഒരു വർഷം കൊണ്ട് നമ്മുടെ ഇവിടുത്തെ അംഗങ്ങളായ നമ്മുടെ സ്റ്റുഡൻസ് അവരോരോരുത്തരും നേടിയെടുത്ത അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും ആത്മമായ ഒരു സ്വന്തം ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് അവർ കടന്നു വന്നതിൻ്റെയും എല്ലാം ഒരു ആഘോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബസ്സിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് ഞാൻ കണ്ടാണ് കൂടുതൽ. അപ്പോൾ 2-3 എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കുട്ടികളാണ് പോകുന്നത്, ബാക്കിൽ ടീച്ചേഴ്സാണ് പോകുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ ഇവിടെ വന്ന് ഇപ്പോൾ കുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ബാക്കിലും കുട്ടികൾ തന്നെയാണ് പോകുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അത്രയ്ക്ക് അച്ചടക്കത്തോടെയാണ് കുട്ടികൾ സ്കൂളിൽ ബസ്സിലേക്ക് പോകുന്നതെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ്. കുട്ടികളല്ല, അത് ടീച്ചർ തന്നെ അല്ല, കുട്ടികളാണ്, ടീച്ചറല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ കുട്ടികളെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അത്രയും കൃത്യതയോടു കൂടിയാണ് ഇവിടുത്തെ നമ്മുടെ അൽഫോൻസ ട്രെയിനിങ് സ്കൂളിൽ ടീച്ചേഴ്സും അതേ നമ്മുടെ ദിവ്യ സിസ്റ്ററിൻ്റെ കീഴിലുള്ള ടീച്ചേഴ്സും എല്ലാവരും പഠിപ്പിക്കുന്നത്. അതിൽ നമ്മുടെ ഇടവകയുടെ ഒരു നന്ദി കൂടി പ്രത്യേകം ഞാൻ പറയുന്നു. അതേപോലെ പാരൻസിൻ്റെ മുഖത്തേക്ക് നോക്കിയാലും അവരെല്ലാവരും ഭയങ്കര സന്തോഷം നോക്കി ഞാൻ കരുണയോടെ പുഞ്ചിരിക്കും. വിശുദ്ധ അൽഫോൻസാമ പറഞ്ഞു വായിക്കാം. അത് അൽഫോൻസാമ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ നോക്കുന്ന കുടുംബങ്ങൾക്കും അതിലെ മാതാപിതാക്കൾക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. കിടക്കാം നമ്മുടെ പൊതുവേദിയിലുള്ള പൊതുവേദിയുടെ അധ്യക്ഷയായ റവറൻഡ് സിസ്റ്റർ ഷെഫി ഡേവിസ്, വികാരി അച്ഛൻ ഫാദർ കുര്യൻ കട്ടക്കയം, അസിസ്റ്റന്റ് വികാരി. ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എൻ്റെ സുഹൃത്ത് മിസ്റ്റർ റോജി ഈ ഒരു കാര്യമായി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഈ പ്രസ്ഥാനത്തെ പറ്റിയോ അങ്ങനെ വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ബ്രദറിന് പല പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബ്രദറിന് വേണ്ടിയിട്ട് ഞാൻ 2-3 പ്രാവശ്യം എന്തോ ബർത്ത്ഡേ വിഷസ് എല്ലാം കൊടുത്ത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ മാത്രം എനിക്കറിയാവുന്ന, വളരെ ചുരുക്കമായി എനിക്കറിയാവുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ മെയിനായിട്ടും ഇതിൻ്റെ ഈ കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളെ ഒരു ഭംഗിയായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ അവരുടെ കലാസന്ധ്യ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അപ്പോൾ റോജി എൻ്റെ അടുത്ത് പറഞ്ഞു, കാരണം മിക്കവാറും പ്രോഗ്രാമുകൾ ഇവരൊറ്റയ്ക്ക് സോളോ ആയിട്ട് വരെ ചെയ്യാറുണ്ട്. അല്ല, എനിക്കതിൽ വലിയ അതിശോക്തി തോന്നിയില്ല. കാരണം റോജിയുടെ ബ്രദർ ആൻ്റണിയും റോജിയും കൂടിയിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നത്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വന്നു. ഞാനൊരു ചായ ഓഫർ ചെയ്തു. അപ്പോൾ ആൻ്റണിക്ക് ഓൾറെഡി എൻ്റെ വൈഫ് എന്തോ ഒരു സ്നാക്ക് എന്തോ കൊടുത്തു. എനിക്കൊന്ന് എന്തോ ചോക്ലേറ്റ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവന് 2 കൂടി വേണം എനിക്ക് തോന്നുന്നു. അങ്ങനെ അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻ്റണി എടുത്തോളൂ, ഇനി എത്ര വേണമെങ്കിലും എടുത്തോളൂ. അപ്പോൾ ആൻ്റണി എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞു, അത് പോകുന്ന നേരത്ത് കുറച്ച് വേണമെങ്കിൽ പോക്കറ്റിലിട്ടോ, വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാമല്ലോ. അപ്പം എന്നെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തിയിട്ട് ആൻ്റണി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ചേട്ടാ, അത് വേണ്ട. എൻ്റെ ബ്രദർ പറഞ്ഞിട്ടുണ്ട്, നമ്മളെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയ പോക്കറ്റിലിടരുത് എന്ന്. സത്യം പറയാമല്ലോ, കാരണം ആ ഒരു എനിക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി. അങ്ങനെ ഒരു ആൻസർ അവനിൽ നിന്ന് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഒന്നുകിൽ ഞാനത് എടുക്കും, അതല്ലെങ്കിൽ അവനത് എടുക്കില്ല. അതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഒരു ആൻസർ. പക്ഷെ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ട് ആ ഒരു ആൻസർ എന്നോട് പറഞ്ഞത് എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാനത് മറക്കില്ല. അപ്പോൾ ഞാൻ അവനെയല്ല അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അവനെ പ്രാപ്തരാക്കിയ നമ്മുടെ ഈ കൂട്ടായ്മയാണ്, അല്ലേ? അങ്ങനെയല്ലേ എന്നെ വിളിക്കുന്നത്. അതിന് ഞാൻ അവരോട് ഭയങ്കരമായി കടപ്പെട്ടിരിക്കുകയാണ്. കാരണം
മീൻസ് അവന് ഡിസേബിൾഡ് ആയിരിക്കും, പക്ഷെ ആയിക്കോട്ടെ, എന്നാലും അവനെ അതിനെ നല്ല രീതിയിൽ നോക്കി ഈ സമൂഹത്തിൻ്റെ കൂടെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. ഒരു പുണ്യപ്രവൃത്തിയാണ്, അതൊരു വലിയ കാര്യമാണ്. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഞാനത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വൈഫിനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് വിചാരിച്ചത്. കാരണം ഇവരെല്ലാവരും കാണാനും, വൈഫൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പോൾ ഇന്ന് വൈഫിന് ചെറിയൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കാൻ പറ്റാത്തതായതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഫാമിലിയെ കൂട്ടി വരും. അടുത്ത പ്രാവശ്യം വരുന്നവരെ ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥനയും എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു മകനുണ്ട്, ഫിദുക്കുട്ടാന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അവനും ഇങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെ ഈസ് നോട്ട് അറ്റ് ഓൾ ഗ്രോൺ അപ്പ് വിത്ത് ഹിസ് ഏജ്, ബട്ട് ഈസ് ഗോയിങ് ടു ബി ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. പക്ഷേ അവനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യും. എനിക്ക് അവനും കൂടിയിട്ടുള്ള ആ ഒരു സന്ദർഭങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും നമ്മളുടെ മക്കളുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. സ്റ്റാഫ് പ്രതിനിധി സിസ്റ്റർ റോൺസി ടോമിനെ ഒത്തിരി കൃതജ്ഞത വെളിപ്പെടുത്തുന്നു എന്ന്. ആദ്യമായി തന്നെ ഈ വാർഷിക ആഘോഷം ഭംഗിയായി നടത്തുവാനായി എല്ലാവിധത്തിലും അനുഗ്രഹങ്ങളാൽ നിറച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഉദ്ഘാടനം നിർവഹിച്ച ആലുവ നിയമസഭാ മണ്ഡലത്തിലെ MLAയും ജനങ്ങൾക്ക് പ്രിയങ്കരനും ഏതൊരു ആവശ്യത്തിനും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ബഹുമാനപ്പെട്ട അൻവർ സാദത്ത് MLAയുടെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇന്നേ ദിനം അധ്യക്ഷത സ്ഥാനം നിർവഹിച്ച ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഷേഫി ഡേവിസ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ സിസ്റ്ററിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നല്ലൊരു ആത്മീയ നേതാവും സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയുടെ ഇടയനുമായ ബഹുമാനപ്പെട്ട കുര്യൻ കട്ടക്കയം അച്ഛൻ അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ ഈ സദസ്സിനെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കി. ബഹുമാനപ്പെട്ട അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഏതൊരു ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെയുള്ള വ്യക്തിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെസ്സി ജോയ്. ഈ അവസരത്തിൽ പ്രതിഭകളെ ആദരിച്ച് ഈ ആഘോഷത്തെ കൂടുതൽ പകിട്ടാക്കി തീർത്ത ശ്രീമതി ജെസ്സി ജോയ്ക്ക് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. സഹൃദയ സോഷ്യൽ വെൽഫെയർ സെന്ററിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ സിബിൻ മയമ്പള്ളി നർമ്മരസമാർന്ന വാക്ചാതുരിയിലൂടെ യുവപ്രതിഭകളെ ആദരിച്ച അച്ഛന് പ്രത്യേകം നന്ദി. തിരക്കിട്ട ജീവിതത്തിനിടയിലും ഞങ്ങൾക്ക് ഏറെ സംലഭ്യനായ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട റോബിൻ സർ. ഇന്നേ ദിനം ഇൻക്ലൂസീവ് ഓർഗ് ഫൗണ്ടേഷന്റെ പ്രതിനിധിയായി ഇവിടെ വരികയും സമൂഹത്തിന് മാതൃകയായി തീർന്ന ഞങ്ങളുടെ പ്രതിഭകളെ ആദരിച്ച ബഹുമാനപ്പെട്ട റോബിൻ സാറിന് ഹൃദയപൂർവ്വം നന്ദി. ഞങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്കും അധ്യാപകർക്കും ഏറെ സുപരിചിതമായ വ്യക്തിയാണ് ഞങ്ങളുടെ ലോക്കൽ മാനേജർ ബഹുമാനപ്പെട്ട സിസ്റ്റർ ജോവി ജോൺ. സ്ഥാപനത്തിൻ്റെ വലുതും ചെറുതുമായ വളർച്ചയ്ക്ക് മദർ എന്നും കൂടെയുണ്ട്. ഇന്നേ ദിനം ക്യാഷ് അവാർഡ് വിതരണത്തിലൂടെ ഈ ദിനത്തെ മനോഹരമാക്കിയ മദറിന് സ്നേഹപൂർവ്വം നന്ദി. ആശംസകൾ നേർന്ന് സംസാരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സീലിയ വിന്നി ഏറെ ഊർജ്ജസ്വലതയോടെ സാമൂഹ്യക്ഷേമ തൽപരയായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സീലിയ വിന്നിക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഞങ്ങളുടെ വാർഡ് മെമ്പറും സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ അടുത്തറിയാവുന്ന വ്യക്തിയാണ് ശ്രീ ഷിബു പയനാട്. നല്ല വാക്കുകളിലൂടെ ഈ സായാഹ്നത്തെ ഏറെ മനോഹരമാക്കിയതിന് നന്ദി പറയുന്നു.
ഞങ്ങളുടെ അയൽവാസിയും സ്ഥാപനത്തിന്റെ വലുതും ചെറുതുമായ ഏതൊരു ആവശ്യത്തിനും ഒപ്പമുള്ള മഹനീയമായ വ്യക്തിത്വമാണ് ശ്രീമതി ജിനി രാജീവ്. ചടുതയാർന്ന വാക്കുകളിലൂടെ ആശംസകൾ നേർന്ന ജിനി രാജീവിന് നന്ദി പറയുന്നു. യുവത്വത്തിന്റെ ഊർജ്ജസ്വലത കൈമുതലാക്കി എല്ലാവരെയും സന്തോഷപരിധിയാക്കുന്ന വ്യക്തിത്വമാണ് ഞങ്ങളുടെ പ്രൊവിൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് കൗൺസിലർ സിസ്റ്റർ ബോണി മരിയ. ഇന്ന് ആശംസകൾ നേർന്ന് സംസാരിച്ച സിസ്റ്റർ ബോണി മരിയയ്ക്ക് ഹൃദയം നിറയെ നന്ദി. ഞങ്ങളുടെ കുട്ടികളോട് കൂടുതൽ അടുക്കുകയും കൂടുതൽ ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്ന ഞങ്ങളുടെ വൈസ് ചെയർമാൻ ശ്രീ രാജേഷിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. സ്ഥാപനത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള വളർച്ചയ്ക്ക് ഏറെ അധ്വാനിക്കുന്നവരാണ് PTA മെമ്പേഴ്സ്. സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിന്ന് ശക്തി പകരുന്ന PTA പ്രസിഡന്റ് ശ്രീ ജോസ് കോട്ടക്കലിനും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി. വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി ആശംസകൾ നേർന്ന കുമാരി ശ്രീജ വർഗീസിനും നന്ദി. ശക്തമായ നേതൃത്വത്താൽ അനുഗ്രഹീതമാണ് നമ്മുടെ സ്ഥാപനം. എന്നും സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വഴികാട്ടിയായ